JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 തസ്തികയിലേക്ക് അപേക്ഷ നടത്തിയുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഇന്ന് നമ്മൾ കണക്കിന്റെ റിവിഷൻ ക്ലാസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്യൂബിന്റെ ഒരു വക്കിന്റെ നീളം a യൂണിറ്റ് ആയാൽ ഉപരിതല വിസ്തീർണം എത്ര? ഒരു ക്യൂബിന്റെ ഒരു വക്കിന്റെ നീളം a യൂണിറ്റ് ആയാൽ ഉപരിതല വിസ്തീർണം എത്ര? ഓപ്ഷൻ എ 12a, ഓപ്ഷൻ ബി 6a², ഓപ്ഷൻ സി a ക്യൂബ്, ഓപ്ഷൻ ഡി 2a. അപ്പോൾ ഏതാണ് ഇതിൻ്റെ അകത്തെ ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 6a², 6a² ആണ് ശരി ഉത്തരം. അതെങ്ങനെയാ കിട്ടിയത്? ഒരു ക്യൂബിന് എത്ര മുഖങ്ങളുണ്ട്? ഒരു ക്യൂബിന് 6 മുഖങ്ങളുണ്ട് അല്ലേ? ഒരു ക്യൂബിന് 6 മുഖമുണ്ടെങ്കിൽ ഒരു ക്യൂബിന്റെ ഒരു വക്കിന്റെ നീളം a എന്ന് കൊടുത്താൽ അപ്പോൾ ആ ഒരു മുഖത്തിന്റെ വിസ്തീർണം എത്ര വരും? a² ആണല്ലേ? അപ്പോൾ എങ്ങനെ വരും? ഒരു ക്യൂബിന്റെ ഉപരിതല വിസ്തീർണം അപ്പൊ എത്ര വരും? മൊത്തത്തിൽ വരുമ്പോൾ എത്ര വരും? 6a². അങ്ങനെയാണ്. ക്യൂബിന് 6 മുഖമുണ്ട്. അപ്പോൾ അതിന്റെ മൊത്തത്തിലുള്ള ഉപരിതല വിസ്തീർണം വരുമ്പോൾ എത്ര വരും? 6a², 6a². അങ്ങനെയാണ് 6a² കിട്ടിയത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത കണക്കിലേക്ക് നോക്കാം അല്ലെ? 5 മിഠായി 1 രൂപയ്ക്ക് വാങ്ങി 4 എണ്ണം 1 രൂപയ്ക്ക് വിറ്റാൽ ലാഭ ശതമാനം എത്ര? 5 മിഠായി 1 രൂപയ്ക്ക് വാങ്ങി 4 എണ്ണം 1 രൂപയ്ക്ക് വിറ്റാൽ ലാഭ ശതമാനം എത്ര? ഓപ്ഷൻ എ 25, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 15, ഓപ്ഷൻ സി 15, ഓപ്ഷൻ ഡി 50 ആണ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, 25. അതെങ്ങനെയാണ് കിട്ടിയത്? നമുക്ക് നോക്കാം അല്ലെ? ഒരു മിഠായിയുടെ വാങ്ങിയ വില 1/5 രൂപയാണ്. ഒരു മിഠായിയുടെ വാങ്ങിയ വില എത്രയാണ്? 1/5, 1/5 രൂപ. വിറ്റ വില എത്രയാണ്? 1/4 രൂപ. 1/4 രൂപയ്ക്കാണ് വിറ്റ വില. അപ്പോൾ ലാഭം എത്രയാണ് വരുന്നത്? ലാഭം എങ്ങനെയാണ് കാണുന്നത്? വാങ്ങിയ വില, വിറ്റ വില മൈനസ് വാങ്ങിയ വില അല്ലെ? അപ്പോൾ 1/4 മൈനസ് 1/5 ഈസ് ഈക്വൽ ടു 1/20. 1/20. അപ്പൊ ലാഭ ശതമാനം എങ്ങനെയാണ് കാണുന്നത്? ലാഭം ബൈ ഏതാണ് കാണേണ്ടത്? ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. അപ്പോൾ ലാഭ ശതമാനം കാണാം. ലാഭം എത്രയാണ്? 1/20 ഭാഗം 1/5 ഇൻറ്റു 100. അപ്പോൾ എത്രയാണ് വരുന്നത്? 1/20 ഇൻറ്റു 5 ഇൻറ്റു 100 എത്രയാണ് വരുന്നത്? 25. അങ്ങനെയാണ് 25. ലാഭ ശതമാനം എത്രയാണ് കിട്ടിയത്? 25. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു മിഠായിയുടെ വാങ്ങിയ വില 1/5 രൂപ, വിറ്റ വില 1/4 രൂപ. അപ്പോൾ വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? ലാഭം കിട്ടും. ആ ലാഭത്തിനെ ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? ലാഭ ശതമാനം ലഭിക്കും. അങ്ങനെയാണ്. എത്രയാണ്? 25. അടുത്ത ക്വസ്റ്റ്യൻ. വിട്ടുപോയ സംഖ്യ ഏത്? ഇതിൻ്റെ അകത്ത് ഒരു സംഖ്യ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെ? അതിന്റെ വിട്ടുപോയ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി വായിക്കണം ഈ സംഖ്യ. 7 ബ്രാക്കറ്റിൽ 256, ബ്രാക്കറ്റിന് പുറത്ത് 9 ആദ്യത്തെ സംഖ്യ. രണ്ടാമത്തെ സംഖ്യ ഏതാണ്? 5 ബ്രാക്കറ്റിൽ 169, പുറത്ത് 8. 10 ബ്രാക്കറ്റിൽ ക്വസ്റ്റ്യൻ മാർക്ക്, പുറത്ത് 7. അപ്പോൾ ആ ക്വസ്റ്റ്യൻ മാർക്ക് തന്നിരിക്കുന്ന സംഖ്യ ഏതാണെന്നാണ് വിട്ടുപോയിട്ടുള്ളത്. ആ സംഖ്യ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആൻസർ കീ നോക്കാം. ഓപ്ഷൻ എ 225, ഓപ്ഷൻ ബി 196, ഓപ്ഷൻ സി 289, ഓപ്ഷൻ ഡി 149. അപ്പോൾ 289 ആണ് കറക്റ്റ് ആൻസർ. അതെങ്ങനെയാ കിട്ടിയെന്ന് നമുക്ക് നോക്കാം അല്ലെ? ഈ ബ്രാക്കറ്റിന് പുറത്തുള്ള രണ്ട് സംഖ്യകൾ ഉണ്ട്. ആദ്യത്തെ സംഖ്യ ഏതാണ്? 7 ബ്രാക്കറ്റ് 256, ബ്രാക്കറ്റിന് പുറത്ത് 9. അപ്പോൾ ആ ബ്രാക്കറ്റിന് പുറത്തുള്ള രണ്ട് സംഖ്യകൾ ഏതാണ്? 7ഉം 9ഉം ആണ് അല്ലെ? അപ്പോൾ 9 + 7 ഈസ് ഈക്വൽ ടു 16. ആ 16നെ 16 കൊണ്ട് ഗുണിക്കുമ്പോൾ 16ന്റെ സ്ക്വയർ എത്രയാണ്?
256. അപ്പോൾ ആ സംഖ്യയാണ് ആദ്യത്തേല് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ രണ്ടാമത്തെ സംഖ്യ എടുത്താൽ 5 + 8 = 13. 13ന്റെ സ്ക്വയർ എത്രയാണ്? 169. ആ സംഖ്യയാണ് രണ്ടാമത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മൂന്നാമത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 10 + 7 = 17. അപ്പോൾ 17ന്റെ സ്ക്വയർ എത്രയാണ്? 289. അതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി 289 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിച്ചല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ജോലി എ 15 ദിവസം കൊണ്ടും ബി അതേ ജോലി 10 ദിവസം കൊണ്ടും ചെയ്തു തീർത്താൽ രണ്ടുപേരും കൂടി അതേ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം എടുക്കും? ഒരു ജോലി എ 15 ദിവസം കൊണ്ടും ബി അതേ ജോലി 10 ദിവസം കൊണ്ടും ചെയ്തു തീർത്താൽ രണ്ടുപേരും കൂടി അതേ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം എടുക്കും? ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി 5. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 6. 6 എങ്ങനെയാണ് കിട്ടിയതെന്ന് നമുക്ക് നോക്കാം. എ ഒരു ദിവസം 1/15 15 ദിവസം കൊണ്ട് 1/15 ഭാഗം ജോലി ചെയ്യും. ബി ഒരു ദിവസം 1/10 ഭാഗം ജോലി ചെയ്യും. അപ്പൊ രണ്ടുപേരും കൂടി ഒരു ദിവസം ആ ജോലി എത്ര ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി എന്നാ ചെയ്യണ്ടേ? അപ്പോൾ എയുടെ ഒരു ജോലി ഭാഗവും ബിയുടെ ഒരു ദിവസത്തെ ഭാഗം കൂടെ കൂട്ടണം അല്ലെ? 1/15 + 1/10 = 2 + 3/30 = 2 + 3 5. 5/30 = 1/6 ഭാഗം. അപ്പോൾ മുഴുവൻ ചെയ്യാൻ എത്ര ദിവസം വേണം? 6 ദിവസം വേണം അല്ലെ? വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അപ്പോൾ എ ഒരു ദിവസം ഒരു ഭാഗം ജോലി ചെയ്യാനും ബി ഒരു ഭാഗത്തെ ജോലി ചെയ്യാനും വേണ്ട സമയം രണ്ടും കൂടെ ഒരുമിച്ച് കൂട്ടുക. കൂട്ടി കിട്ടുന്ന സംഖ്യ ഒരു ദിവസം എത്രയാണ് വേണ്ടത്? 5/30. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1/6 ഭാഗം കിട്ടും അല്ലെ? അപ്പോൾ മുഴുവൻ ചെയ്യാൻ എത്ര ദിവസം വേണം? 6 ദിവസം. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരെണ്ണം മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നു. ഏതാണത്? ഈ 4 ഓപ്ഷന്റെ അകത്ത് ഒരെണ്ണം മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ട്. അത് ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ എ നീന്തുക, ഓപ്ഷൻ ബി ശ്വസിക്കുക, ഓപ്ഷൻ സി നടക്കുക, ഓപ്ഷൻ ഡി നൃത്തം ചെയ്യുക. ഇതിൻ്റെ അകത്ത് ശ്വസിക്കുക എന്ന കാര്യം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അറിയാതെ തന്നെ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവിക പ്രക്രിയയാണ് ഈ ശ്വസിക്കൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് ശരിയായ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 20% എന്നത് 40ന്റെ 30%. സംഖ്യ ഏത്? അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഒരു സംഖ്യയുടെ 20% എന്നത് ഒരു സംഖ്യ, ആ സംഖ്യ നമുക്ക് എ എന്ന് എടുക്കാം അല്ലെ? എയുടെ a × 20 ഭാഗം 20% എന്ന് പറഞ്ഞാൽ 20/100. അപ്പോൾ a × 20/100 = 40ന്റെ 30%. 40 × 30% എന്ന് പറഞ്ഞാൽ 30/100. അപ്പോൾ ഒരു സംഖ്യ എന്നുള്ള a ആയിട്ട് നമ്മൾ എടുത്തു. ആ എയുടെ 20%, എയുടെ 20% എന്ന് പറഞ്ഞാൽ 20/100. 40ന്റെ 30%. 40ന്റെ 30% എന്ന് പറഞ്ഞാൽ 40 × 30/100. അപ്പോൾ 20 / 100 = 40 × 30 1200. 1200/100. അപ്പോൾ 20/100 1200നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 2 0 വെട്ടിപ്പോയി. അപ്പോൾ 12. അപ്പോൾ 20 / 100 = 12. അപ്പോൾ 20 ഇങ്ങ് എടുക്കുമ്പോൾ ആ 100നെ 12 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടുന്നത്? 1200. അപ്പോൾ എയുടെ വില കാണാൻ എന്നാ ചെയ്യണം? 1200/20 = 60. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 60. 30 ജീവനക്കാരുടെ ശരാശരി ശമ്പളം 4000 രൂപ. ഒരാൾ കൂടി ചേർന്നപ്പോൾ ശരാശരി ശമ്പളം 4300 രൂപയായാൽ പുതുതായി ചേർന്നയാളുടെ ശമ്പളം എത്ര? 30 ജീവനക്കാരുടെ ശരാശരി ശമ്പളം 4000 രൂപയാണ്. ഒരാൾ കൂടി ചേർന്നപ്പോൾ ശരാശരി ശമ്പളം 4300 രൂപയായാൽ പുതുതായി ചേർന്നയാളുടെ ശമ്പളം എത്ര? അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്?
ആദ്യം നമുക്ക് 30 ജീവനക്കാരുടെ ആകെ ശമ്പളം എത്രയാണെന്ന് നോക്കാം അല്ലെ. 30 ജീവനക്കാരുടെ ആകെ ശമ്പളം എത്രയാണ്? 4000-നെ 30 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? ഒറ്റ, 10, 100, 1000, 10000, ലക്ഷം, 1,20,000. അപ്പോൾ 30 ജീവനക്കാരുടെ ആകെ ശമ്പളം എത്രയാണ്? 4000 × 30 = 1,20,000. അപ്പോൾ 31ാമത്തെ ഒരാൾ കൂടി ചേർന്നപ്പോൾ ശരാശരി ശമ്പളം എത്രയായി? 4300 ആയി അല്ലെ. അപ്പൊ 31 ജീവനക്കാരുടെ ആകെ ശമ്പളം എത്രയാണ്? 4000 × 31 എത്രയാണ്? 1,33,300 രൂപയായി. അപ്പൊ പുതിയ ജീവനക്കാരന്റെ ശമ്പളം കിട്ടാൻ എന്നാ ചെയ്യണം? 30 ജീവനക്കാരുടെ ആകെ ശമ്പളത്തിൽ നിന്ന് 31 ജീവനക്കാരുടെ ആകെ ശമ്പളത്തിൽ നിന്ന് 30 ജീവനക്കാരുടെ ശമ്പളം കുറച്ചാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. അപ്പോൾ എത്രയാണ്? 1,33,300 മൈനസ് 1,20,000 എത്രയാണ്? 13,300. എത്രയാണ്? 13,300. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു കമ്പനിയിൽ 25% സ്ത്രീകളാണ്. കമ്പനിയിൽ 80 സ്ത്രീകൾ ഉണ്ടെങ്കിൽ പുരുഷന്മാരുടെ എണ്ണം എത്രയാണ്? ഒരു കമ്പനിയിൽ 25% സ്ത്രീകളാണ്. കമ്പനിയിൽ 80 സ്ത്രീകൾ ഉണ്ടെങ്കിൽ പുരുഷന്മാരുടെ എണ്ണം എത്ര? അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആകെ ജീവനക്കാർ എത്രയാണ്? 80/25 × 100. 80/25 × 100. 80 സ്ത്രീകളുണ്ട്. അതിൻ്റെ അകത്ത് 25% 80 സ്ത്രീകളിൽ 25% സ്ത്രീകളാണ്. അപ്പോൾ 80/25 × 100 എത്രയാണ്? 320. അപ്പോൾ ആകെ ജീവനക്കാരുടെ എണ്ണം കിട്ടിയല്ലേ? 320. ഇനിയിപ്പോ നമുക്ക് പുരുഷ ജീവനക്കാരെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സ്ത്രീകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ടല്ലേ? എത്രയാണ്? 80 സ്ത്രീകളുണ്ട്. അപ്പോൾ 320 നിന്ന് 80 പേരെ കുറച്ചാൽ മതി. 320 - 80 240. അപ്പോൾ 240 പുരുഷന്മാരുണ്ട്. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരാള് 48,500 രൂപയ്ക്ക് വാങ്ങിയത് 42,680 രൂപയ്ക്കാണ് വിറ്റത് എങ്കിൽ നഷ്ടശതമാനം എത്ര? ഒരാള് ഒരു സാധനം 48,500 രൂപയ്ക്ക് വാങ്ങി. അത് 42,680 രൂപയ്ക്കാണ് വിറ്റത്. അപ്പോൾ അത് നഷ്ടത്തിലാണ് വിറ്റത് അല്ലേ? അതിന്റെ നഷ്ടശതമാനം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നഷ്ടം നോക്കാം എത്രയാണെന്ന്. 48,500 രൂപയ്ക്ക് വാങ്ങിയ വില 48,500, വിറ്റ വില എത്രയാണ്? 42,680. അപ്പോൾ അതിന്റെ അത് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 5,820 അല്ലെ? 5,820 രൂപയാണ് നഷ്ടം. ആ നഷ്ടത്തിനാണ് വിറ്റത്. അത് ശതമാനം എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ 5,820 ഭാഗം 48,500 × 100. അതായത് നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില × 100. അപ്പോൾ എത്ര കിട്ടും? 12%. അതാണ് നഷ്ടശതമാനം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 100ന്റെ പകുതിയിൽ നിന്നും 10 കുറച്ച് 20 കൂട്ടിയാൽ എത്ര? ചോദ്യം കൃത്യമായിട്ട് വായിക്കണം. 100ന്റെ പകുതിയിൽ നിന്നും 10 കുറച്ച് 20 കൂട്ടിയാൽ എത്ര? നമുക്ക് നോക്കാം എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന്. 100ന്റെ പകുതി എത്രയാണ്? 100 ഡിവൈഡഡ് ബൈ 2 അല്ലെ? 100 ഡിവൈഡഡ് ബൈ 2 ആണ് 100ന്റെ പകുതി എന്ന് പറയുന്നത്. അപ്പോൾ 100 ഭാഗം 2 മൈനസ് അതിന്റെ 100ന്റെ പകുതിയിൽ നിന്ന് 10 കുറച്ചാൽ -10, 20 കൂട്ടിയാൽ +20. അപ്പോൾ 100ന്റെ പകുതി എത്രയാണ്? 50 അല്ലേ? അപ്പോൾ 50 - 10 + 20 എത്രയാണ് ആൻസർ? 60 അല്ലേ? 60 ആണ് ആൻസർ. കറക്റ്റ് ആൻസർ എത്രയാണ്? 60. അടുത്ത ചോദ്യം. 30 ഭാഗം 6 × 2 സമം എത്ര? 30 ഭാഗം 6 × 2 സമം എത്ര? ഓപ്ഷൻ എ, ബി, സി, ഡി ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടതെന്ന്. എങ്ങനെയാണ്? ബോട്ട്മാസ് നിയമമാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കേണ്ടത് അല്ലെ? ബോട്ട്മാസ് നിയമം. അപ്പോൾ ബോട്ട്മാസ് നിയമപ്രകാരം ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഭാഗകരണമാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലെ? അതിനുശേഷം ഗുണനം അല്ലെ? അപ്പോൾ 36 ഭാഗം 6 എത്രയാണ്? 6 ആണ് അല്ലെ? ഗുണനഭാഗോ 6 × 2 എത്രയാണ്?
12. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? 12 ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? 36/6 സമം 6 ഇൻറ്റു 2 എത്രയാണ് ആൻസർ? 12. ആദ്യം ഭാഗിക്കുകയാണ് ചെയ്യേണ്ടത്, അതിനുശേഷം ഗുണനം ചെയ്യണം. അപ്പോൾ ബോഡ്മാസ് നിയമമാണ് ഇവിടെ പ്രയോഗിക്കേണ്ടത്. അടുത്ത ചോദ്യം, 20% ഓഫ് 150. 20% ഓഫ് 150 എത്രയാണ്? 4 ഓപ്ഷൻ ഉണ്ട്. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്? 20% എന്ന് പറയുന്നത് 20 ഡിവൈഡഡ് ബൈ 100 ആണല്ലേ? അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. 20% എന്ന് പറയുന്നത് 20 ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 150. അപ്പൊ എത്രയാണ് ആൻസർ വരുന്നത്? 30. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 30% സമം 60 ആണെങ്കിൽ സംഖ്യ എത്ര? ഒരു സംഖ്യയുടെ 30% സമം 60 ആണെങ്കിൽ സംഖ്യ എത്ര? അപ്പോൾ 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? അപ്പോൾ 30%, അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. 30% എന്ന് പറഞ്ഞാൽ 30/100. അപ്പൊ 30/100 ഇൻറ്റു ഏതാണ് അറിയേണ്ടത്? സംഖ്യയാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ? 30/100 ഇൻറ്റു സംഖ്യ സമം 60. അപ്പോൾ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം? സംഖ്യ സമം 60 ഇൻറ്റു 100/30. 60 ഇൻറ്റു 100/30. അപ്പൊ എത്ര വരും? 200. 200 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് തെറ്റിക്കാതെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത്, 7 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ സമം ഡാഷ്. ഇതിവിടെ ചോദ്യത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. 4 ഓപ്ഷൻ പെട്ടെന്ന് കണ്ടുപിടിക്കാം. 7 സ്ക്വയർ എത്രയാണ്? 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9. 49 മൈനസ് 9 എത്രയാണ്? 40. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ശരാശരി. നിങ്ങൾക്ക് ശരാശരി കണ്ടുപിടിക്കാൻ അറിയാമോ? ശരാശരി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇവിടെ ശരാശരി 10, 20, 30 സമം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരാശരി കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ 10, 20, 30. അതിന്റെ ശരാശരി എത്രയാണ്? എങ്ങനെയാണ് നമുക്ക് നോക്കാം എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന്. എങ്ങനെയാണ്? 10 പ്ലസ് 20 പ്ലസ് 30 ഡിവൈഡഡ് ബൈ എത്രയാണുള്ളത്? 3 എണ്ണം ഡിവൈഡഡ് ബൈ 3. അപ്പോൾ എത്രയാണ് വരുന്നത്? 10 പ്ലസ് 20 പ്ലസ് 30 എന്ന് പറഞ്ഞാൽ 60. 60/3 എത്രയാണ്? 20 അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓർത്തിരിക്കണം, ശരാശരി കണ്ടുപിടിക്കാൻ 3 സംഖ്യകൾ തന്നാൽ അതിനെ 3 കൂട്ടിയിട്ട് 3 കൊണ്ട് ഹരിച്ച് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കും. ശരാശരി ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, 500 രൂപയ്ക്ക് 10% ഇളവ് ലഭിച്ചാൽ ഇളവിന്റെ തുക എത്ര? നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ കടയുടെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ടാവും അല്ലേ 10% ഇളവ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇളവിന്റെ തുക കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാവോ? അപ്പൊ അതെങ്ങനെയാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 500 രൂപയ്ക്ക് 10% ഇളവ് ലഭിച്ചാൽ ഇളവിന്റെ തുക എത്രയാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻ ഉണ്ട്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. 10% ഓഫ് 500 ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 10% എന്ന് പറഞ്ഞാൽ 10 ഡിവൈഡഡ് ബൈ 100. 10 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 500. അപ്പൊ എത്രയാണ് വരുന്നത്? 50 ആണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ശതമാനം എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പോൾ അതിനെ ഇൻറ്റു 500 കൊണ്ട് ഗുണിച്ചാൽ അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് തുക കിട്ടും. അടുത്ത ചോദ്യം, 2 മണിക്കൂറിൽ 120 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വേഗം എത്ര? 2 മണിക്കൂറിൽ 120 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വേഗം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? നമുക്കൊന്ന് നോക്കാം എങ്ങനെയാ കിട്ടുന്നതെന്ന്. വേഗം സമം ദൂരം ഡിവൈഡഡ് ബൈ സമയമാണ്. അതിന്റെ ഫോർമുല ഓർത്തിരിക്കുക. വേഗം എന്ന് പറഞ്ഞാൽ ദൂരം ഡിവൈഡഡ് ബൈ സമയമാണ്. അപ്പോൾ ദൂരം എത്രയാണ് ഇവിടെ? 120 അല്ലേ? 120 കിലോമീറ്റർ ആണ് ദൂരം. അതിനെ വേഗം സമയം കൊണ്ട് ഹരിക്കണം അല്ലേ? സമയം എത്രയാണ്? 2 മണിക്കൂർ. അപ്പൊ 2 കൊണ്ട് ഹരിക്കണം. അപ്പൊ എത്രയാണ് കറക്റ്റ് ആൻസർ? 60 കിലോമീറ്റർ പെർ ഹവർ. അപ്പോൾ ഈ ഫോർമുല ഓർത്തിരിക്കുക. വേഗം സമം ദൂരം ഡിവൈഡഡ് ബൈ സമയം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 60 കിലോമീറ്റർ പെർ ഹവർ. അടുത്ത ചോദ്യം, ശരാശരി 5 സംഖ്യകൾ 20 ആണെങ്കിൽ ആ സംഖ്യകളുടെ മൊത്തം എത്ര? ശരാശരി 5 സംഖ്യകൾ 20 ആണെങ്കിൽ
ആ സംഖ്യകളുടെ മൊത്തം എത്ര? 4 ഓപ്ഷൻ ഉണ്ട്. എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്? നമുക്ക് നോക്കാം. എങ്ങനെയാണ്? ശരാശരി എന്ന് പറഞ്ഞാൽ ശരാശരി സമം മൊത്തം ഡിവൈഡഡ് ബൈ എണ്ണം. അപ്പൊ ശരാശരി ഇവിടെ എത്രയാണ്? ശരാശരി സമം മൊത്തം ഡിവൈഡഡ് ബൈ എണ്ണം. അപ്പൊ ശരാശരി എത്രയാണ്? 20 ആണല്ലേ. 20 സമം മൊത്തം ഡിവൈഡഡ് ബൈ 5. അപ്പോൾ മൊത്തം കാണാൻ നമുക്കറിയാലോ എങ്ങനെയാണ്? മൊത്തം ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു 5. അപ്പൊ എത്രയാണ്? 100 ആണല്ലേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ഫോർമുല ഓർത്തിരിക്കുക. ശരാശരി സമം മൊത്തം ഡിവൈഡഡ് ബൈ എണ്ണം. അത് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. എ ഒരു ജോലി 10 ദിവസത്തിൽ ചെയ്യുന്നു. ബി അതേ ജോലി 15 ദിവസത്തിൽ ചെയ്യുന്നു. ഇരുവരും ചേർന്ന് ചെയ്താൽ എത്ര ദിവസത്തിൽ പൂർത്തിയാകും? എ ഒരു ജോലി 10 ദിവസത്തിൽ ചെയ്യുന്നു. ബി അതേ ജോലി 15 ദിവസത്തിൽ ചെയ്യുന്നു. ഇരുവരും ചേർന്ന് ചെയ്താൽ എത്ര ദിവസത്തിൽ പൂർത്തിയാകും? ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? നമുക്ക് നോക്കിയാലോ. എയുടെ ഒരു ദിവസത്തെ ജോലി എത്രയാണ്? 1/10 എന്ന് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ ബിയുടെ ഒരു ദിവസത്തെ ജോലി 1/15 എന്ന് എടുക്കാം. അതായത് 1/10 എന്നും ബിയുടെ ഒരു ദിവസത്തെ ജോലി 1/15 എന്നും എടുക്കാം. അപ്പോൾ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കി. 1/10 പ്ലസ് 1/15. അപ്പൊ എത്രയാണ്? LCM എത്ര വരും? 30 വരും അല്ലേ. അപ്പോൾ 3 പ്ലസ് 2 ഭാഗം 30 സമം 5/30 എന്ന് വരും. അപ്പൊ എത്രയാണ്? 1/6 ആണ്. അതായത് 6 ദിവസത്തിൽ പൂർത്തിയാക്കും. ഓർത്തിരിക്കണം. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. എയുടെ ഒരു ദിവസത്തെ ജോലി 1/10 എന്ന് നമുക്ക് എടുക്കാം. ബിയുടെ ഒരു ദിവസത്തെ ജോലി 1/15 എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാ വരുന്നത്? ഇരുവരും ചേർന്ന് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാവും എന്നാ ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പൊ ഒരുമിച്ച് ചെയ്യണമെങ്കിൽ എന്നാ ചെയ്യണം? 1/10 പ്ലസ് 1/15. അപ്പോൾ അതിന്റെ LCM എടുക്കുമ്പോൾ എത്ര വരുന്നത്? LCM എത്രയാണ്? 1/10 പ്ലസ് 1/15. അതിന്റെ LCM എടുക്കുമ്പോൾ എത്ര വരും? 30 വരും അല്ലേ. അപ്പോൾ 3 പ്ലസ് 2 ഭാഗം 30. അപ്പൊ എത്ര വരും? 5/30. 5/30 എത്രയാണ്? 1/6. അപ്പൊ 6 ദിവസത്തിൽ പൂർത്തിയാകും. മനസ്സിലായല്ലോ അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. 2x പ്ലസ് 5 സമം 15 ആണെങ്കിൽ x എത്ര? 2x പ്ലസ് 5 സമം 15 ആണെങ്കിൽ x എത്ര? 4 ഓപ്ഷൻ ഉണ്ട്. എങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാം? എക്സിന്റെ വിലയാ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. എക്സിന്റെ വില എങ്ങനെ കണ്ടുപിടിക്കാം? 2x പ്ലസ് 2x സമം അത് വലത്തോട്ട് കൊണ്ടുവരുമ്പോൾ എങ്ങനെ വരും? 15 മൈനസ് 5 അല്ലെ. 2x സമം 10. x എത്രയാണ്? 10/2. ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലെ. 5. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ 2x പ്ലസ് 5 സമം 15 എന്നുള്ളത് 2x ഇപ്പുറത്തോട്ട് മാറ്റി 5 അപ്പുറത്തോട്ട് പോകുമ്പോൾ 15 മൈനസ് 5 എന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ x സമം 10/2 സമം 5. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അല്ലെ. അടുത്ത ചോദ്യം. ഒരു വസ്തു 800 വാങ്ങി 10% നഷ്ടത്തിൽ വിറ്റു. വിൽപ്പന വില എത്ര? ഇവിടെ ചോദ്യം ശ്രദ്ധിക്കണം. ഒരു വസ്തു 800 രൂപയ്ക്കാണ് വാങ്ങിയത്. അതിനുശേഷം അത് 10% നഷ്ടത്തിലാണ് വിറ്റത്. അപ്പോൾ വിൽപ്പന വില എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? നമുക്ക് എങ്ങനെയാ കിട്ടിയേക്കുന്നത് നോക്കാം. 10% 800 സമം 80 ആണല്ലേ. അപ്പോൾ നഷ്ടം എത്രയാണ്? 80 ആണ് അല്ലേ. അപ്പോൾ വിൽപ്പന വില എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? വിൽപ്പന വില എങ്ങനെയാണ്? 800 വാങ്ങിയ വില മൈനസ് നഷ്ടം എത്രയാണ്? 720. അപ്പോൾ 10% ഓഫ് 800 800 എത്രയാണ്? 80 ആണ്. അപ്പോൾ നഷ്ടം എത്രയാണ്? 80 ആണല്ലേ. അപ്പോൾ വിൽപ്പന വിലയെ വാങ്ങിയ വിലയിൽ നിന്നും വിൽപ്പന വില നഷ്ടം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വിൽപ്പന വില കിട്ടും അല്ലെ. വിൽപ്പന വിലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വാങ്ങിയ വിലയിൽ നിന്നും നഷ്ടം കുറച്ചാൽ എത്ര കിട്ടും? വിൽപ്പന വില കിട്ടും. അപ്പോൾ 800 മൈനസ് 80 സമം 720. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ഒരു ട്രെയിൻ 60 km/h വേഗത്തിൽ 30 മിനിറ്റ് സഞ്ചരിച്ചാൽ ദൂരം എത്ര? ഇവിടെ ദൂരമാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ട്രെയിൻ 60 km/h വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. 30 മിനിറ്റ് സഞ്ചരിച്ചാൽ ദൂരം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാം? 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അരമണിക്കൂറാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അരമണിക്കൂറാണ്. അപ്പോൾ ദൂരം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ദൂരം സമം
വേഗം ഇൻറ്റു സമയം. അപ്പോൾ വേഗത ഇൻറ്റു വേഗം ഇൻറ്റു സമയം കൊണ്ട് ഗുണിച്ചാൽ, വേഗതയെ സമയം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ദൂരം കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ വേഗത എത്രയാണ്? 60 ആണ് അല്ലേ. 60 ഇൻറ്റു സമയം എത്രയാണ്? 1/2, അതായത് 30 കിലോമീറ്റർ. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. വേഗതയെ സമയം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ദൂരം കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ 60 ഇൻറ്റു 1/2 = 30 കിലോമീറ്റർ. ഒരു കപ്പല് 120 കിലോമീറ്റർ നീളമുള്ള ഒരു വഴി കടക്കുന്നു. കപ്പൽ മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിൽ പോകുന്നു. യാത്ര എത്ര മണിക്കൂർ കൊണ്ടാണ് പൂർത്തിയാകുക? ഒരു കപ്പല് 120 കിലോമീറ്റർ നീളമുള്ള ഒരു വഴി കടക്കുന്നു. കപ്പൽ മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിൽ പോകുന്നു. യാത്ര എത്ര മണിക്കൂർ കൊണ്ടാണ് പൂർത്തിയാകുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? എങ്ങനെ കണ്ടുപിടിക്കാം? ഏതാണ് ശരി ഉത്തരം? 4 മണിക്കൂറാണ് ശരി ഉത്തരം. അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? സമയത്തിന്റെ സൂത്രവാക്യം ഓർത്തിരിക്കുക. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. അപ്പൊ നമുക്കത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. എങ്ങനെയാ ഓർത്തിരിക്കേണ്ടത്? ടി ഈസ് ഈക്വൽ ടു ഡി ബൈ എസ് എന്ന് ഓർത്താൽ മതി. നിങ്ങൾ ഓർക്കുക, ടി ഈസ് ഈക്വൽ ടു ഡി ബൈ എസ്. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. അപ്പൊ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അല്ലേ. 120 ഡിവൈഡഡ് ബൈ 30 എത്രയാണ്? 4 അവർ, 4 മണിക്കൂറിന് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഈ ഫോർമുല ഓർത്തിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. അതിൻ്റെ അകത്ത് അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റിയില്ലെങ്കിൽ ടി ഈസ് ഈക്വൽ ടു ഡി ബൈ എസ് എന്ന് ഓർത്താൽ മതി കേട്ടോ. ടി ഈസ് ഈക്വൽ ടു ഡി ബൈ എസ് എന്ന്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്ത ചോദ്യം. ഒരു ഉൽപ്പന്നത്തിന്റെ വില 500 രൂപയിൽ നിന്ന് 600 രൂപയായി വർദ്ധിച്ചു. വിലയുടെ വർധനയുടെ ശതമാനം എത്ര? വില വർധനയുടെ ശതമാനം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഉൽപ്പന്നത്തിന്റെ വില 500 രൂപയിൽ നിന്ന് 600 രൂപയായി വർദ്ധിച്ചു. വില വർധനയുടെ ശതമാനം എത്ര? അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? 4 ഓപ്ഷൻ ഉണ്ട്, നമുക്ക് നോക്കാം. അതിന് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമുക്ക് വില വർധനയുടെ ശതമാനമാണ് കാണേണ്ടത് അല്ലേ. അതായത് പെർസെന്റേജ് ഇൻക്രീസ്. അതിന് നമ്മൾ ഫോർമുല ഉണ്ട്. എങ്ങനെയാണ്? ഇൻക്രീസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഇൻറ്റു 100. അതായത് ഇൻക്രീസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ് ഇൻറ്റു 100. അതായത് 600 മൈനസ് 500 ഡിവൈഡഡ് ബൈ 500 ഇൻറ്റു 100. അതായത് ഏതാണ്? ഒരു ഉൽപ്പന്നത്തിന്റെ വില എത്രയാണ്? 500 രൂപയിൽ നിന്ന് 600 രൂപയാണ് വർദ്ധിച്ചല്ലേ. അപ്പോൾ 600 രൂപ. അപ്പം ഇൻക്രീസ് ചെയ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ എത്രയാന്ന് നോക്കണ്ടേ? 600 മൈനസ് 500 നോക്കിയാൽ മതി. അപ്പൊ അത് 100 അല്ല ഇൻക്രീസ് ആയത്. അപ്പൊ 600 മൈനസ് 500 ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ്. ഒറിജിനൽ പ്രൈസ് എത്രയാണ്? 500 രൂപ. 500 ഇൻറ്റു 100. അപ്പോൾ എത്ര വരും? 100 ബൈ 500 ഇൻറ്റു 100 സമം 20%. എത്രയാണ്? 20%. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ഫോർമുല ഓർത്തിരിക്കുക. പെർസെന്റേജ് ഇൻക്രീസ് ചോദിക്കുകയാണെങ്കിൽ അതിന് ഇൻക്രീസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ് ഇൻറ്റു 100. ഇൻക്രീസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ് ഇൻറ്റു 100 എന്ന് ഫോർമുല ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം. വിദ്യാർത്ഥികളുടെ മാർക്ക് 60, 70, 80, 90, 100. ശരാശരി മാർക്ക് എത്ര? വിദ്യാർത്ഥികളുടെ മാർക്ക് 60, 70, 80, 90, 100. ശരാശരി മാർക്ക് എത്ര? ശരാശരി മാർക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. എങ്ങനെയാണ് ശരാശരി മാർക്ക് കണ്ടുപിടിക്കുന്നത്? ശരാശരി മാർക്ക് കണ്ടുപിടിക്കാൻ സം ഓഫ് മാർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. അതായത് സം ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ എത്ര കുട്ടികളുണ്ടോ ആ മാർക്ക് മുഴുവൻ കൂട്ടുക, അതിനുശേഷം എത്ര എണ്ണമാണോ അതുകൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്രയാണ് ഇവിടെ? 60 പ്ലസ് 70 പ്ലസ് 80 പ്ലസ് 90 പ്ലസ് 100 ഡിവൈഡഡ് ബൈ എത്ര പേരാണ്? 5 കുട്ടികളാണല്ലോ അല്ലെ. ഡിവൈഡഡ് ബൈ 5. അപ്പോൾ 400 ഭാഗം 5 സമയം എത്രയാണ്? 80. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓർത്തിരിക്കുക, സം ഓഫ് മാർക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. മൊത്തം കുട്ടികളുടെ മാർക്ക് കൂട്ടുക, അതിനുശേഷം എത്ര കുട്ടികളാണോ ഉള്ളത് ആ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പൊ കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടും. അടുത്ത ചോദ്യം. ഒരു കാറ് 1.5 ലക്ഷം രൂപയ്ക്ക് വിലയുള്ളതാണ്. 75,000 രൂപ മുൻകൂട്ടി നൽകി. ബാക്കി തുക 12 മാസത്തിനുള്ളിൽ തുല്യമായ തുകകളായി നൽകണം. പ്രതിമാസം എത്ര രൂപ നൽകണം?
എല്ലാവരും കാറൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ മൊത്തം പൈസ ഒരുമിച്ച് കൊടുക്കാനില്ലാത്തപ്പോൾ കുറച്ച് പൈസ ആദ്യം കൊടുക്കും, അതിനുശേഷം ബാക്കി തുക പിന്നീട് മാസങ്ങളായിട്ട് അടച്ചു കൊടുക്കുന്ന അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് എങ്ങനെ പ്രതിമാസം രൂപ ഇവിടെ നൽകണം, എത്ര രൂപ നൽകണം എന്ന് കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു കാറ് 1.5 ലക്ഷം രൂപയ്ക്ക് വാങ്ങി, 1.5 ലക്ഷം രൂപ വിലയുള്ളതാണ്. 75,000 രൂപ മുൻകൂട്ടി നൽകി, ബാക്കി തുക 12 മാസത്തിനുള്ളിൽ തുല്യമായ തുകകളായി നൽകണം. പ്രതിമാസം എത്ര രൂപ നൽകണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് നോക്കാം എങ്ങനെ കണ്ടുപിടിക്കാന്ന്. ബാക്കി തുക എത്രയാണ്? 1.5 ലക്ഷം മൈനസ് 75,000 എത്രയാണ്? അപ്പോൾ അറിയാം, എല്ലാവർക്കും അറിയാം, 75,000 രൂപയാണ് ബാക്കി തുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പൊ 1.5 ലക്ഷം രൂപ വിലയുള്ള ഒരു കാറാണ്, അതോ 75,000 ആണ് നമ്മൾ മുൻകൂട്ടി നൽകിയത്. ഇനി ബാക്കി എത്ര നൽകാനുണ്ട്? 75,000 രൂപയും കൂടെ നൽകാനുണ്ട്. 1.5 ലക്ഷം മൈനസ് 75,000 സമം 75,000. മാസങ്ങളെ തുല്യമായിട്ട് പിരിച്ചെടുക്കണം. അതിന് എത്രയാണ് നൽകേണ്ടത്? എളുപ്പമുണ്ടല്ലേ? എത്ര മാസമാണുള്ളത്? 12 മാസമാണല്ലേ? അപ്പോൾ 12 മാസത്തിനുള്ളിൽ തുല്യമായ തുകകളായിട്ട് വിഭജിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്നാ ചെയ്യണം? 75,000 ഭാഗം 12 എത്ര വെച്ച് നൽകണം? 6,250 രൂപ. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അതിൻ്റെ അകത്ത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ്റെ അകത്ത് ഇല്ല അല്ലേ? അപ്പോൾ 6,250 ആണ് കറക്റ്റ് ആൻസർ. 6,250. അടുത്ത ചോദ്യം. ഒരു ടീമിന്റെ ശരാശരി പ്രായം 20 ആണ്. 10 പേർ ഉണ്ടെങ്കിൽ മൊത്തം പ്രായം എത്ര? ഒരു ടീമിന്റെ ശരാശരി പ്രായം 20 ആണ്. 10 പേർ ഉണ്ടെങ്കിൽ മൊത്തം പ്രായം എത്ര? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് എങ്ങനെയൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും? എങ്ങനെയാണ്? ആവറേജ്, അതായത് മൊത്തം പ്രായം ആവറേജ് കണ്ടുപിടിക്കാൻ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ, അതായത് ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ എന്നാണ് അതിന്റെ ഫോർമുല. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ടോട്ടൽ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആവറേജ് ഇൻറ്റു നമ്പർ, അതായത് 20 ഇൻറ്റു 10 സമം 200. കണ്ടോ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഫോർമുല ഓർത്തിരിക്കുക. ആവറേജ് സമം ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. അപ്പോൾ ഇതിന്റെ അകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ആണ്. അപ്പൊ എന്നാ ചെയ്യണം? ആവറേജ് ഇൻറ്റു നമ്പർ, അതായത് 20, ഇവിടെ 20 ഇൻറ്റു 10 200. അടുത്ത ചോദ്യം. 800ന്റെ 25% എത്ര? 800ന്റെ 25% എത്ര? അപ്പോൾ ഇവിടെ 25% എന്ന് പറയാം, അത് നമുക്ക് നോക്കാം അല്ലെ? 25% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 ഡിവൈഡഡ് ബൈ 100 എന്നാണ് അല്ലെ? അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. 25% എന്ന് പറഞ്ഞാൽ 25 ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പൊ 25 ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പോൾ 800ന്റെ 25% എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 800 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 100 എത്രയാണ് വരുന്നത്? 200 അല്ലേ? 200. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ബസ് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ 3 മണിക്കൂർ സഞ്ചരിച്ചാൽ ദൂരം എത്ര? ഒരു ബസ് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ 3 മണിക്കൂർ സഞ്ചരിച്ചാൽ ദൂരം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ഫോർമുല ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? അതിന്റെ ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ ദൂരമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പോൾ ദൂരം ചോദിക്കുമ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ 60 ഇൻറ്റു 3 സമം 180 കിലോമീറ്റർ. ഓർത്തിരിക്കുക, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അടുത്ത ചോദ്യം. 4,000 രൂപ 5% പലിശയിൽ 3 വർഷം നിക്ഷേപിച്ചാൽ പലിശ എത്ര? ഇവിടെ നമുക്ക് ഫോർമുല ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? 4,000 രൂപ 5% പലിശയിൽ 3 വർഷം നിക്ഷേപിച്ചാൽ പലിശ എത്ര? ഫോർമുല ഉപയോഗിക്കാതെ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? 4,000 രൂപ 5%. അപ്പൊ എങ്ങനെയാണ്? 4,000 ഇൻറ്റു 5/100. 5% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/100 ആണ് അല്ലെ? അപ്പൊ 4,000 ഇൻറ്റു 5/100 എത്ര വരും? 200 വരും അല്ലെ? അപ്പോൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ബാക്കി എത്രയാണ്? അത് 3 വർഷം നിക്ഷേപിച്ചാൽ പലിശയാണ് ചോദിച്ചേക്കുന്നത്. 3 വർഷം നിക്ഷേപിച്ച പലിശ കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം? 200നെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. എത്രയാണ്? 600. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. മറ്റേത് ഫോർമുല എല്ലാം തന്നെ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓർത്തിരിക്കുക, 4,000 രൂപയുടെ 5% ആദ്യം കണ്ടുപിടിക്കുക.
അതിനെ മൂന്ന് എത്ര വർഷമാണോ തന്നിട്ടുള്ളത് ആ വർഷം കൊണ്ട് ഗുണിച്ചാൽ നിക്ഷേപിച്ച പലിശ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ 4000 × 5/100 = 200 ആണ്. അപ്പോൾ അത് 3 വർഷം നിക്ഷേപിച്ചാൽ പലിശയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 200 × 3 = 600. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.